ബുധനാഴ്ച നടന്ന കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗവും തടസ്സപ്പെടുത്തി ബി.ജെ.പി. ആശാവർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കൌൺസിൽ യോഗത്തിലുണ്ടായ സംഭവത്തെ ചൊല്ലിയാണ് ബുധനാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം ബി.ജെ.പി. അംഗങ്ങൾ വീണ്ടും തടസ്സപ്പെടുത്തിയത്. ബി.ജെ.പി. കൊണ്ടുവന്ന പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയും കപ്പും സോസറും വലിച്ചെറിഞ്ഞ ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ കെ മുരളിയെ സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബുധനാഴ്ച ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗം ബി.ജെ.പി. അംഗങ്ങൾ വീണ്ടും തടസ്സപ്പെടുത്തിയത്. കെ മുരളിയെ സസ്പെൻഡ് ചെയ്ത നടപടി ജനാധിപത്യ വിരുദ്ധവും നടപടിക്രമങ്ങളിൽ ചെയർമാൻ നുണ പറയുകയുമാണെന്ന് ആരോപിച്ചായിരുന്നു ബി.ജെ.പി. അംഗങ്ങൾ ബഹളം വെച്ചത്. കൌൺസിൽ യോഗം ആരംഭിച്ച ഉടനെ ബി.ജെ.പി. അംഗം ബിനു പ്രസാദിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ പ്രതിഷേധവുമായി ചെയർപേഴ്സന്റെ ഡയസിന് മുമ്പിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടെ അജണ്ടകൾ വായിക്കാൻ തയ്യാറായ കൌൺസിൽ ക്ലർക്കിൽ നിന്നും ബി.ജെ.പി. അംഗം ഗീതാ ശശി അജണ്ടകൾ പിടിച്ചുവാങ്ങി ചുരുട്ടിയെറിഞ്ഞു. അജണ്ടകൾ ഡയസിലിരുന്ന് ചെയർപേഴ്സൺ തന്നെ വായിച്ച് അംഗീകരിച്ചു. അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് കൌൺസിൽ യോഗം ചെയർപേഴ്സൺ പിരിച്ചുവിട്ടു. പിന്നീട് പുറത്തുവന്ന ബി.ജെ.പി. അംഗങ്ങൾ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ചും പ്രതിഷേധം തുടർന്നു. ചെയർപേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ പോയിട്ടാണ് ഈ സസ്പെൻഷൻ അടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിന് പറയുന്നത് ചെയർപേഴ്സനെ കപ്പെടുത്ത് എറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയധികം മറ്റേ TV മാധ്യമങ്ങളെല്ലാം ഉള്ളപ്പോഴാണ് ഈ പച്ചക്കള്ളം പറയുന്നത്. അതിനു മുമ്പ് ചെയർപേഴ്സൺ ഇതേ മാധ്യമങ്ങളോട് പറഞ്ഞത് കെ മുരളി കപ്പെടുത്ത് നിലത്തെറിഞ്ഞു എന്നാണ്. ഈ സസ്പെൻഷൻ ഓർഡർ വരുമ്പോൾ അത് കെ മുരളി ചെയർപേഴ്സൺ എറിഞ്ഞു എന്നാണ് പറയുന്നത്. ഇത്രയധികം കള്ളം പറയുന്ന ഒരു ചെയർപേഴ്സൺ കുന്നംകുളം നഗരസഭയുടെ എന്നല്ല കേരളത്തിലെ മറ്റൊരു നഗരസഭയ്ക്ക് അധ്യക്ഷയായിട്ട് ഇരുന്നിട്ടുണ്ടാവില്ല. ഈ ചെയർപേഴ്സൺ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് ബി.ജെ.പിക്ക് പറയാനുള്ളത്.